ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ബിരിയാണി. ബിരിയാണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ബിരിയാണി മസാല. നമ്മൾ എത്ര തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് മസാല തയ്യാറാക്കിയാലും നമ്മൾ കല്യാണ വീടുകളിൽ കഴിക്കുന്ന ആ ഒരു ബിരിയാണി ടേസ്റ്റ് വരത്തില്ല. അത് വരണമെങ്കിൽ ഈ മസാല നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കണം. അതിനൊരു സീക്രട്ടും കൂടിയുണ്ട്. ആ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം ഏലക്കയാണ് എടുക്കുന്നത്. ഏലക്ക ഞാൻ 30 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എണ്ണി എടുക്കുക, 30 ഏലക്ക. ഇനി നമ്മൾ ഏലക്കയുടെ അതേ സൈസിൽ പട്ട എടുക്കാം. അതായത് ഏലക്കയുടെ അതേ നീളത്തിൽ പട്ട എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഏലക്ക എത്ര എടുത്തോ അതേ അളവിൽ പട്ട എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ എണ്ണി എടുത്തോളൂ, 30 പീസ് പട്ട എടുത്താലും മതി. എപ്പോഴും പട്ടയും അതേപോലെ ഏലക്കയും ഒരേ അളവായിരിക്കണം. ഇനി അടുത്ത് ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, അളവ് മാത്രം എടുക്കും. പക്ഷേ ശരിക്കും ഗ്രാമ്പൂവിൽ ഈ മുകളിൽ കാണുന്ന ആ ഉരുണ്ട ഭാഗത്തിനാണ് കൂടുതൽ ഫ്ലേവർ ഉള്ളത്. അപ്പം ചില ഗ്രാമ്പൂവിൽ മുകൾ ഭാഗം ഇല്ലാണ്ട് തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് ആ തണ്ട് പോർഷൻസ് എടുക്കാൻ പാടില്ല. ഇതേപോലെ ആ ഉരുണ്ട ഭാഗവും അല്ലെങ്കിൽ ആ ഒരു ഗ്രാമ്പൂയുടെ ഫ്ലേവറുള്ള ഭാഗവും തണ്ടുള്ള ഭാഗവും വേണം എടുക്കാൻ. അത് ഞാനൊരു 25 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സ്റ്റാർ പട്ട മുഴുവനായിട്ടും വേണ്ട. ഞാൻ എടുക്കുന്ന ഈ അളവിന് ഞാനൊരു 3 ഇതൾ മാത്രമേ ഇതിലോട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങൾ കടയിൽ നിന്നും ഗ്രാം കണക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 20 ഗ്രാം ഏലക്ക, 20 ഗ്രാം പട്ട, 10 ഗ്രാം ഗ്രാമ്പു വാങ്ങിച്ചോളൂ. അപ്പോൾ എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ എണ്ണത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിന് മുകളിലായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റായിട്ട് ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ വറുത്തെടുക്കാൻ പാടില്ല. കാരണം ആ ബിരിയാണി മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് അങ്ങ് മാറും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബിരിയാണി മസാലയുടെ ഫ്ലേവർ വേണമെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യണം. താഴെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിന് മുകളിൽ പാത്രം വെച്ചിട്ട് ചൂടാക്കാം. അല്ലെങ്കിൽ നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ നല്ല ചൂടുള്ള സ്ഥലത്ത് സൺലൈറ്റിൻ്റെ താഴെ വെച്ചാലും മതി. ഇനി നിങ്ങളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ആ പട്ട അല്ലെങ്കിൽ ഗ്രാമ്പു തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ചൂട് തോന്നുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഓരോ പീസ്, ഒരു ഏലക്കയോ ഒരു പട്ടയോ എടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് ചൂട് പാകത്തിനായോ എന്നുള്ളത്. ഈ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയുടെ റെസിപ്പി പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആരും പറയാത്തൊരു കാര്യമാണ് എങ്ങനെ ഗ്രാമ്പു എടുക്കണം എന്നുള്ളത്. അത് നിങ്ങൾ പെർഫെക്റ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബിരിയാണിക്ക് ഫ്ലേവർ കറക്റ്റായി വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മസാല കുത്ത് തോന്നാറുണ്ട്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ചൂടാക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ ചൂടാക്കി എടുക്കാൻ. ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല സ്പീഡ് 3rd സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്ക ഉള്ളത് കാരണം നമുക്ക് മാക്സിമം പൊടിഞ്ഞു കിട്ടുന്ന ഒരളവാണിത്. ഏലക്കയുടെ നാരുകളായി കിടക്കും. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ തന്നെ ഇടുന്ന സമയത്താണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്മിക്കല്ലിൽ ഇട്ടിട്ട് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് കൂടുതൽ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ബിരിയാണിയിൽ മാത്രമല്ല, വീട്ടിൽ തക്കാളിച്ചോറും അല്ലെങ്കിൽ മട്ടൻ, ചിക്കൻ വെറൈറ്റി റെസിപ്പീസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇട്ട് കൊടുക്കാം. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സീക്രട്ട് റെസിപ്പിയും ഈ ഒരു സീക്രട്ട് ടിപ്പും കൂടി ഉപയോഗിച്ചിട്ട് ഈ പൊടി തയ്യാറാക്കി നോക്കിയിട്ട് റിവ്യൂ പറയണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.